ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളായപ്പോഴത്തേക്കും നമുക്കിവിടെ 4 ദിവസത്തെ പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്തതെന്നാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഫ്താർ പാർട്ടിയിൽ നിന്ന് തുടങ്ങാം. അതായത് 30ാമത്തെ നോമ്പ് തുറ പെരുന്നാളിലെ തൊട്ട് തലേ ദിവസം നമ്മൾ ദുബായിലെ കോൺറാഡ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് വന്നത്. അവിടുത്തെ ഡെലേരോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടി ആയിരുന്നു. അതിൻ്റെ തൊട്ട് പുറത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. ഭയങ്കര രസമായിട്ട് അവർ റാന്തലും ഭയങ്കര സിൽക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് നല്ല രസമായിട്ട് അവരോട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കാണുന്ന കാഴ്ചയാണ് ഇത്. സ്റ്റാറും ലൈറ്റും ഒക്കെ വെച്ച് നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് അവർ ലബാൻ എന്ന് പറയുന്ന മോരാണ് കേട്ടോ, അത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി റുമാലി റൊട്ടീൻ്റെ ഉള്ളിൽ ചീസ് സ്റ്റഫ് ചെയ്തിട്ട് നല്ലപോലെ ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്നാക്കാണ് ഇത്. റുമാലി റൊട്ടി ചുടുന്ന ഒരു തവയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് പുറയിൽ നമുക്ക് നല്ല ചൂടോടുള്ള ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ടുള്ള ഷവർമ കൗണ്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ഓരോന്നും ഞാൻ എടുക്കാൻ തുടങ്ങി. എൻ്റെ പ്ലേറ്റിൽ ഞാൻ ഷവർമയും നല്ല ചാർക്കോൾ ഗ്രിൽഡായിട്ടുള്ള മട്ടൻ പീസും ചിക്കൻ പീസും ഒക്കെ എടുത്ത് ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ. മട്ടനും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടി. അതിൻ്റെ ശേഷം നമ്മൾ സലാഡ് സെക്ഷനാണ് ഇത്. നല്ല രീതിയിൽ അവർ എനിക്ക് ആ ബൗളുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ത് രസമായിട്ട് അല്ലേ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സലാഡ്, ടൊമാറ്റോ, കുക്കുംബർ, ഒലിവ്, ലെറ്റസ്, ക്യാരറ്റ്, ഇതൊക്കെ അവരവിടെ നല്ല രീതിയിൽ അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന അറബിക് പിക്കിൾസ് ആണ് കേട്ടോ. പല വെറൈറ്റിയിലെ സലാഡുകളായിരുന്നു. ഈ കാണുന്ന പാസ്തയുടെ സലാഡ്, പിന്നെ ബീട്രൂട്ടിൻ്റെ സലാഡ്, ബ്രിഞ്ചാൾ. ഈ ബ്രിഞ്ചാളിൻ്റെ സലാഡൊക്കെ നമ്മൾ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ നീല കളറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ബ്ലൂബെറിയുടെ ഹമ്മൂസാണ്. ഈ പിങ്ക് കളറിൽ കാണുന്ന ബീട്രൂട്ടിൻ്റെ ഹമ്മൂസ്, ഇത് ടൊമാറ്റോൻ്റെ ഹമ്മൂസ്, ഇത് ഒറിജിനൽ ഹമ്മൂസ്. എന്ത് വെറൈറ്റി ആയിട്ടുള്ള ഹമ്മൂസുകളാണെന്ന് അറിയാം. ഈ അറബിക് സെക്ഷനിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ടൈപ്പ് സലാഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് സലാഡ്സൊക്കെ ഞാൻ എടുത്തു. കൂട്ടത്ത് അവിടെ മീറ്റിൻ്റെ സ്ലൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഈ സ്ലൈസൊക്കെ കഴിക്കാറ്. അപ്പോൾ അങ്ങനെയും കൂടി ഞാൻ കഴിച്ചു നോക്കി. കിടിലൻ ടേസ്റ്റ് കേട്ടോ. പിന്നെ അവിടെ മന്തി ഉണ്ടായിരുന്നു. മന്തി നമ്മൾ സാധാരണ വലിയ ചെമ്പിലൊക്കെ അല്ല ബിരിയാണി അല്ലെങ്കിൽ മന്തിയൊക്കെ പ്രിപ്പയർ ചെയ്യാറ്. ഇത് ഇവർ ഇങ്ങനത്തെ വലിയൊരു വെസലിൽ ചോറ് വേറെ മട്ടൻ പീസ് വേറെ ആയിട്ട് അവർ സെക്ഷൻ ചെയ്തിരിക്കുന്നതാണ് ഇത്. പിന്നെ അവിടെ ചാർക്കോൾ ടോപ്പായിട്ട്, അതായത് തവ ടോപ്പിൽ അവർ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. മട്ടനും ചിക്കനും ഒക്കെ ആയിട്ട് ഫിഷും ഉണ്ടായിരുന്നു. ഫിഷ് നമ്മൾ ഓർഡർ ബേസിസിലാണ് അവർ ഫിഷ് ഗ്രില്ല് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഗ്രില്ല് ചെയ്തേക്കുന്ന പീസസൊക്കെ അവരിങ്ങനെ സെപ്പറേറ്റ് പ്രസൻറ്റേഷൻ പ്ലേറ്റിൽ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് ചാർക്കോൾ ഗ്രില്ലായിട്ടുള്ളതും നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമുക്ക് 2 വെറൈറ്റിയിലും കഴിക്കാം. നമുക്ക് ഗ്രിൽ ടോപ്പിലും കഴിക്കാം, നമുക്കിങ്ങനെ ചാർക്കോളിലും കഴിക്കാം. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളെ കണ്ട നല്ല പൊഹഞ്ഞ് ഇങ്ങനെ നല്ല റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് കറികളിലോട്ട് പോകാം. ഈ കാണുന്നതാണ് റോസ്റ്റഡ് ചിക്കൻ വിത്ത് ലെമൺ ആൻഡ് ഗാർലിക്. പിന്നെ ഇത് മട്ടൺ വെച്ചിട്ടുള്ള മീറ്റ് ബോൾ കറിയാണ് ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ലോബ്സ്റ്ററിൻ്റെ മേളിൽ അവർ ചീസൊക്കെ വെച്ച് ഫുൾ അവർ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇപ്പുറത്ത് സ്പ്രിംഗ് റോൾ ഉണ്ട്, വെജും നോൺ വെജും. ഇപ്പുറത്ത് ഫലാഫിലുണ്ട്. ഫലാഫിൽ ചൂടോടെ അവർ നമുക്ക് ഉണ്ടാക്കി തരും. ഇഷ്ടംപോലെ വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിക്കാൻ പറ്റില്ല, പക്ഷേ എല്ലാം ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഫുഡ് ടോപ്പിൻ്റെ മേളിലായിട്ട് ആ കൗണ്ടറിൽ അവർ ഇതേപോലത്തെ ആൻറ്റിക് പീസസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് എഫക്റ്റ് ഒക്കെ കൂടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിരുന്നു. അടുത്ത നമുക്ക് സ്വീറ്റ്സിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഉമ്മലി ഒരു അറബിക് സ്വീറ്റാണ്. പേസ്ട്രിയും പാലും പഞ്ചസാരയും ഒക്കെ കൂട്ടിയുള്ള ഒരു ഡെസേർട്ടാണ്. തീരുമ്പം നിറയ്ക്കാനും ആൾക്കാരുണ്ട് അവിടെ ഇഷ്ടം പോലെ. അപ്പോൾ ഈ കാണുന്നതാണ് ടാർട്ട്, ലെമൺ ടാർട്ടായിരുന്നു ആ കാണുന്നത്. പിന്നെ ഇതായിരുന്നു ഏറ്റവും ഭംഗി. ചോക്ലേറ്റിൻ്റെ മേളിൽ അവർ ഈന്തപ്പഴം, ഡേറ്റ്സ്, അവ ഇങ്ങനെ ടവർ പോലെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഇവിടെ ബ്രൗണി കേക്ക് ഉണ്ടായിരുന്നു, മേളിൽ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള. പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ആപ്പിൾ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. കുറച്ച് ആൽമണ്ടൊക്കെ അവർ സ്ലൈസ് ചെയ്ത് ഇട്ടിരിക്കുന്നതൊക്കെ
പാനക്കോട്ട ഉണ്ട്. എൻ്റെ ഫേവററ്റ് ആണ് പാനക്കോട്ട കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ആപ്രിക്കോട്ട്, ആപ്പിൾ, പ്രൂൺസ്, ഇതൊക്കെ അവരിങ്ങനെ ഒരു ജാറിൽ, കുപ്പിയിൽ അവരിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മാമൂൽ എന്ന് പറയുന്ന ഒരു ഡിസേർട്ട്. അതിൻ്റെ അകത്ത് ഡേറ്റ്സ് ആണ്. പിന്നെ ഈ കാണുന്നതാണ് വേറൊരു ബെല്ല എന്ന് പറയുന്ന ഒരു സ്വീറ്റാണ്. നമ്മുടെ ചൂറോസ് ഇല്ലേ, നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത്, അതേപോലെ. പിന്നെ ഇവിടെ ഒരു ചീസ് പ്ലാറ്റർ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ മീറ്റ് സ്ലൈസസ്. അപ്പോൾ ഇതും നമുക്ക് ആ ചീസിൻ്റെ ഒപ്പം വെച്ച് കഴിക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ അങ്ങനെ കഴിച്ച് നോക്കാം, നല്ലതാണ്. പിന്നെ അവസാനമായിട്ട് ആ ഔട്ട്ഡോറിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ലൈറ്റൊക്കെ വെച്ച് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ ലൈവായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കേട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് തൊട്ട് അപ്പുറത്തായിട്ട് ഇതേപോലത്തെ പൂളുണ്ട്. നമ്മളിപ്പം ഹോട്ടലിൽ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ പൂളിലോട്ടുള്ള ആക്സസ് ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ നിൽക്കാൻ നേരത്തെ. എന്ന് വെച്ചാൽ നമ്മൾ ആ പൂളിൽ നിൽക്കുമ്പം തന്നെ അവിടെ ഭയങ്കര മൂഡ് ചേഞ്ചിങ് ഇതേപോലത്തെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓരോ നിമിഷം ഇങ്ങനെ ഓരോ ലൈറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ. അങ്ങനെ ഇഫ്താർ പാർട്ടി കഴിഞ്ഞ് നമ്മൾ താഴെ റിസപ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്. കണ്ടോ, നല്ല ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് കാണുന്നതാണ് വേറൊരു കാഴ്ച. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഭാവിയിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയാസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ പെരുന്നാളായി. പിറ്റേ ദിവസം നമ്മൾ ദുബായ് മോളിലോട്ടാണ് വന്നിരിക്കുന്നത്. ദുബായ് മോളിൽ അന്ന് കാലുകുത്താൻ സ്ഥലമില്ലായിരുന്നു, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ജെല്ലി ബീൻസ്. ഇഷ്ടം പോലെ കളറിൽ, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, എന്ത് കളർ വേണോ ആ കളറിലെയൊക്കെ ചോക്ലേറ്റും ജെല്ലി ബീൻസും നമുക്ക് ഈ കടയിൽ കിട്ടും. പിള്ളേരെയൊക്കെ കൊണ്ട് നമ്മൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ഒന്നും ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ല. അപ്പോൾ ആ കടയിൽ ഇതേപോലെ കോട്ടൺ ക്യാൻഡി പ്രിപ്പയർ ചെയ്യുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ സ്ഥലത്ത് നാട്ടിൽ നമ്മൾ തുപ്പൽ മുട്ടായി എന്നും ബോംബെ പൂട എന്നൊക്കെ പറയും. നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്ത് പറയുന്നു എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പം ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന. ആദ്യം അവർ കോട്ടൺ ക്യാൻഡി മുട്ടുപോലാണ് ആദ്യം അവർ പ്രിപ്പയർ ചെയ്തത്. അതിൻ്റെ ശേഷം ഓരോ ഏതളായിട്ട് അവർ ഓരോ കളേഴ്സിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലാസ്റ്റിൽ അതൊരു പൂവായി മാറും. അപ്പം ഈ രംഗം നിങ്ങളെല്ലാവരും കാണുക. അപ്പം ഇത് വേറൊരു കാഴ്ചയാണ്. കണ്ടോ, ഒരു മരം പോലെ അവർ ചെയ്തിട്ട് അതിൽ മൊത്തം ഇതേപോലെ ലോളിപോപ്പും ക്യാൻഡീസും ഒക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒറിജിനൽ അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പക്ഷേ ഇതേപോലത്തെ തന്നെ ഒറിജിനൽ ഇതേപോലെ നമുക്ക് അവൈലബിൾ ആണ്. അതും നമുക്ക് മേടിക്കാൻ പറ്റും. തൊട്ട് ബാക്കിലായിട്ട് വേറെ പല നിറത്തിലുള്ള ക്യാൻഡീസ് ഉണ്ട്. കണ്ടോ, അതിലിങ്ങനെ സ്ലൈസ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ഡിസൈനും താഴെ നമുക്ക് എന്താ പറയുക വാട്ടർമെല്ലും ഗ്രേപ്പിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നതാണ് സ്പൈഡർമാൻ്റെ. ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് ആ ഫാനൊക്കെ കിടന്ന് കറങ്ങും. കണ്ടോ, പല ടൈപ്പുള്ള പിള്ളേരെ നമുക്ക് എങ്ങനെ വീഴ്ത്താം ആ രീതിയിൽ എല്ലാ ചോക്ലേറ്റുകളും അവിടെ ഉണ്ട്. മുമ്പത്തെ ആ ഫാൻ പോലത്തെ തന്നെ ഹലോ കിറ്റിക്കും ഇതേപോലത്തെ സംഭവമുണ്ട്. ഈ സാധനത്തിനൊക്കെ എന്ത് വിലയാണെന്നറിയാമോ? സംഭവം ഒരു ഇച്ചിരിയേ കാണത്തുള്ളൂ അതിനകത്ത് മുട്ടായി. പക്ഷേ ഈ ഡോളിനും ആ ഫാനിനും ഒക്കെ കൂടെയാണ് ആ വില വരുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തം ലോളിപോപ്പാണ്. കുറേ ലോളിപോപ്സ് കിട്ടും. ഇത് ഹെർഷീസ് കമ്പനിയുടെ കിസ്സസ് ആൻഡ് ഹഗ്സ് എന്ന് പറയുന്ന ചോക്ലേറ്റ് ആണ്. അതേപോലെ തന്നെ അവരുടെ തന്നെ ഒരു കുഷനും ഉണ്ട്. നല്ല പഞ്ഞി പോലത്തെ ഒരു കുഷനാണ് അത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാൻഡി ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ തൊട്ടടുത്തായിട്ടുള്ളത് ചീസ് കേക്ക് ഫാക്ടറിയിലോട്ടാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ചീസ് കേക്ക് ഫാക്ടറി എന്ന് പറയുന്നത് ദുബായ് മോളിലെ അക്വേറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ്.
നല്ല തിരക്ക് കാരണം നമ്മൾ അവിടെ ഒരു 30-45 മിനിറ്റോളം നമ്മൾ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അതാ നിങ്ങൾക്ക് ആ ക്രൗഡ് കാണാം, കണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങ് കണ്ടോ ഒരു ഷാർക്കും വരുന്നുണ്ട്. അപ്പം നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സിഗ്നേച്ചർ കേക്ക്സ് എല്ലാം. സോൾട്ടഡ് കാരമൽ ചീസ് കേക്ക് ഉണ്ട്, ഒറിജിനൽ ചീസ് കേക്ക് ഉണ്ട്, ഹെർഷീസിൻ്റെ, ഓറിയോൻ്റെ, പല പല വെറൈറ്റി ആയിട്ടുള്ള ചീസ് കേക്കുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ചീസ് കേക്ക് ആയിരിക്കും, അടുത്ത ലെയർ കേക്ക് ആയിരിക്കും. അതേപോലെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഹെർഷീസിൻ്റെയും റിസീസിൻ്റെ ഒക്കെ പീനട്ട് ബട്ടർ കേക്കും എല്ലാം ഉണ്ട്. ഇതാ കാണുന്ന റെഡ് വെൽവെറ്റ്, അതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ്. അപ്പം അതേപോലത്തെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് വായിൽ കപ്പലോടുന്നുണ്ട് അല്ലേ? ആന്ന്, ഭയങ്കര റിച്ച് ഫ്ലേവർ ആയിട്ടുള്ള കേക്ക്സ് ആണ് അവരുടെ. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകൾ കാണാം നമുക്ക്. അങ്ങനെ നമുക്ക് ബുക്ക് ചെയ്ത ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റാകെ ഉള്ളൊരു ആംബിയൻസ് ആണ് ഇത്. നമുക്ക് ലൈവായിട്ടുള്ള കിച്ചൺ അവിടെ കാണാൻ പറ്റും. എല്ലാം അപ്പം അവർ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രഷ്നെസ് അറിയുന്നുണ്ട്. ഇവിടെ ഇപ്പം ആദ്യം നമുക്ക് കൊണ്ടുവന്ന അൺസോൾട്ടഡ് ബട്ടറും ചോക്ലേറ്റ് ബ്രെഡും വൈറ്റ് ബ്രെഡും, അതും നല്ല ഹോട്ടായിട്ടുള്ള ബ്രെഡ്സ് ആയിരുന്നു അത്. പിന്നീട് അവർ കൊണ്ടുവന്ന ബട്ടർ ടോസ്റ്റ്, പാസ്തയുടെ മേളിൽ നല്ല പെർമിസൺ ചീസൊക്കെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നീട് അടുത്ത് കൊണ്ടുപോകുന്നത് ബീഫ് സ്റ്റീക്ക് ആയിരുന്നു. നല്ല വൈറ്റ് റൈസും ബേബി കോൺടൻ കൊടുത്താണ് അവർ സെർവ് ചെയ്തിരുന്നത്. അടുത്തതായിട്ട് ഫ്ലാറ്റ് ബ്രെഡ് പിസ്സ, എവറിത്തിങ് എന്നായിരുന്നു ഈ പിസ്സയുടെ പേര്. എല്ലാം അതേപോലെ ഉണ്ടായിരുന്നു, എന്താ ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റായിട്ട് നമ്മൾ റിസീസിൻ്റെ ചീസ് കേക്ക്, ഇത് ആ ലാസ്റ്റ് ലെയർ കാണുന്ന ചീസ് കേക്കാണ്, കണ്ടോ, കിടിലായിരുന്നു ടേസ്റ്റ്. ഫൈനലായിട്ട് നമ്മൾ കാരമൽ ലാറ്റയും കൂടി ഓർഡർ ചെയ്തു. നല്ല ബ്രൗൺ ഷുഗറെല്ലാം ഇട്ട് നല്ല ഇളക്കി അങ്ങോട്ട് കുടിച്ചു, വയറ് നിറഞ്ഞു ശരിക്കും പറഞ്ഞ. ഇത് അവരുടെ ക്ലാസിക് സിഗ്നേച്ചറിലുള്ള ലിൻഡാസ് ഫഡ്ജ് കേക്കാണ്. എന്താ ലുക്ക് അല്ലേ? അങ്ങനെ നമ്മൾ ഈ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വ്ളോഗുമായിട്ട് നമ്മൾ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.